രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ രാഹുൽ ഗാന്ധി ഏർപ്പെടുന്നു. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണം. ബിജെപി മുന്നോട്ട്. കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കുന്നതിനുള്ള ഔപചാരിക നടപടിക്രമങ്ങൾ ബിജെപി എം പി നിഷികാന്ത് ദുബൈ ആരംഭിച്ചു. മുൻ സൈനിക മേധാവി ജനറൽ എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ പ്രചാരണം ഉൾപ്പെടെ നിരവധി വിവാദ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി ബിജെപി എം പിമാരും തമ്മിലുള്ള രൂക്ഷമായ വാഗ്വാദങ്ങൾക്കിടെയാണ് ദുബൈയുടെ നീക്കം. എപ്സ്റ്റീൻ ഫയൽസ് വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് മുൻ നയതന്ത്രജ്ഞനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് എം പി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയെ നേരിട്ട് ലക്ഷ്യം വെച്ച് പ്രസ്താവനകൾ നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കാൻ രേഖകൾ സമർപ്പിച്ച ശേഷം കോൺഗ്രസ് എം പിക്ക് വിദേശ ശക്തികളുമായി ബന്ധമുണ്ടെന്ന സൂചനയും ദുബൈ പങ്കുവച്ചു. രാഹുൽ ഗാന്ധിക്ക് ആരാണ് ധനസഹായം നൽകുന്നത്? രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു? ലോക്സഭ രാഹുൽ ഗാന്ധിയുടെ അംഗത്വം നിരസിക്കണം, ദുബൈ പറഞ്ഞു. പ്രതിരോധം, ധനകാര്യം, വാണിജ്യം, വിദേശകാര്യം എന്നിങ്ങനെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ആദ്യമല്ല. പാർലമെന്റിലും മറ്റു പൊതുവേദികളിലും അടിസ്ഥാനരഹിതവും അധാർമികവുമായ വശങ്ങൾ ഉന്നയിച്ച് പൊതുജനവികാരം ഇളക്കിവിടുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് അസാധാരണമായ കഴിവുണ്ട്. ലോകമെമ്പാടും കുപ്രസിദ്ധമായ സൊറോസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സജീവ പങ്കാളിയായി പ്രവർത്തിച്ചതാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ധിക്കാരപരമായ മനോഭാവത്തിന്റെ ഉദ്ഭവം. വിവിധ രാജ്യങ്ങളെ തങ്ങളുടെ ക്ലയന്റ് രാജ്യങ്ങളുടെ നേട്ടത്തിനായി അസ്ഥിരപ്പെടുത്തുന്നതിൽ ഈ ഫൗണ്ടേഷൻ ലോകമെമ്പാടും പ്രസിദ്ധമാണ്. 2026 ഫെബ്രുവരി 11 നടത്തിയ പ്രസംഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വിവിധ ഇന്ത്യൻ കോർപ്പറേറ്റുകളെ പരാമർശിക്കുകയും വൻകിട ബിസിനസ് സ്ഥാപനങ്ങളുമായുള്ള അവരുടെ ഒത്താശ മൂലം നമ്മുടെ ബാങ്കിംഗ് സംവിധാനം തകർന്നുവെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും നോട്ടീസിൽ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ ശ്രമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ ഉള്ളിൽ നിന്ന് സ്ഥിരപ്പെടുത്താനുള്ള ശ്രമമല്ലാതെ മറ്റൊന്നുമല്ല. പ്രതിപക്ഷ നേതാവിന്റെ മോഹിപ്പിക്കുന്ന സ്ഥാനത്ത് വേഷം കെട്ടി ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നും വിമർശനങ്ങൾ. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കപ്പെടുന്നത് ഇത് ആദ്യമായല്ല. 2023 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്നതായി കരുതുന്ന ഒരു പരാമർശത്തിന് മാനനഷ്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കി. 2019 ഗുജറാത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ കുടുംബ പേരിനെ 2 ഒളിച്ചോടി ബിസിനസ്സുകാരുമായി ബന്ധപ്പെടുത്തി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ കോടതി രാഹുൽ ഗാന്ധിയെ 2 വർഷമാണ് തടവിന് ശിക്ഷിച്ചത്. കള്ളന്മാർ ഒരേ കുടുംബ പേരുകൾ പങ്കിട്ടത് എങ്ങനെ എന്ന് പരാമർശിച്ചായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് ചർച്ചയിൽ ബിജെപിക്കെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചതിന് പിന്നാലെയാണ് നിഷികാന്ത് ദുബൈയുടെ നീക്കം. രാഹുലിനെതിരെ അവകാശ ലംഘന നോട്ടീസ് കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പറഞ്ഞിരുന്നു. രാഹുൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തുകയാണെന്നും ആരോപിച്ചായിരുന്നു റിജിജു ഇത്തരത്തിൽ പറഞ്ഞത്. പിന്നാലെയാണ് ദുബൈയുടെ അസാധാരണ നീക്കം. നരവനയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ, ഇന്ത്യ US വ്യാപാര കരാർ എന്നിവ ചൂണ്ടിക്കാട്ടി രാഹുൽ ബിജെപി സർക്കാരിനെ വിമർശിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചിരുന്നത്. കർഷകരും തൊഴിലാളികളും തെരുവിലാണ്. മോദി ഇനിയെങ്കിലും അവരെ കേൾക്കുമോ? പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി രാഹുൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേന്ദ്ര ബജറ്റിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആഗോള മത്സരങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് ബജറ്റ് ഒന്നും പറയുന്നില്ല എന്നും പുതിയ കാലത്തെ വെല്ലുവിളികളെ കുറിച്ച് ബജറ്റ് മൗനം പാലിക്കുന്നു എന്നുമാണ് രാഹുൽ വിമർശിച്ചത്. IT മേഖലയിലെ വെല്ലുവിളികൾ ഉയർത്തുന്നു. ഊർജ്ജം, സാമ്പത്തികം, രൂപയുടെ മൂല്യമിടിവ് എന്നിവയെ കുറിച്ചൊന്നും ബജറ്റിൽ പരാമർശമില്ല. ഭൗമരാഷ്ട്ര പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ബജറ്റിലില്ല. സാധാരണ ബജറ്റ് പോലെ തന്നെയാണ് ഇത്തവണത്തേത് എന്നും രാഹുൽ വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.